ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ കാർഡ്ബോർഡ് ബോക്സും വേസ്റ്റ് കവറുകളും വെച്ച് ഒരു അടിപൊളി വാൾ ഡെക്കർ ചെയ്തെടുക്കാം. കാർഡ്ബോർഡ് ബോക്സിൽ നിന്നും 2 പീസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ 2 പീസിലും നമുക്ക് ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് കൊടുത്തെടുക്കണം. വളരെ സിമ്പിളായി വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. വേസ്റ്റ് കവറുകളൊക്കെ വെച്ച് പറ്റുന്നവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ മുഴുവനായും ബ്ലാക്ക് കളർ പെയിന്റ് കൊടുത്തെടുക്കുകയാണ്. അടുത്ത കാർഡ്ബോർഡ് പീസിലും നമുക്ക് പെയിന്റ് കൊടുത്തെടുക്കണം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 കാർഡ്ബോർഡ് പീസിലും ഇതുപോലെ പെയിന്റ് കൊടുത്തെടുത്തു. ഇനി നമുക്കതൊന്ന് ഉണങ്ങി കിട്ടണം. ഇപ്പം നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുത്തത് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു കവർ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഉൾവശം സിൽവർ കളറുള്ള എല്ലാ കവറുകളും നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് എടുക്കാം. ഇതുപോലത്തെ കവറുകളൊന്നും വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എറിയാതെ സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ അതിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസിൽ നിന്നും ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. ഇതുപോലെ നമ്മളത് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കത് വീണ്ടും ഇതുപോലെയാണ് മടക്കിയെടുക്കേണ്ടത്. ഇനി നമ്മൾ മടക്കിയെടുത്തത് നിവർത്തിയതിനു ശേഷം നമ്മളതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മടക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. ഇവിടെയായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന ഇതും നമ്മൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ഇതുപോലെ ചെയ്തു കൊടുക്കണം. ഇനി നമ്മളതിൽ പേന വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ മടക്കിയെടുത്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മളതിൽ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇലയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ മടക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. ഇലയുടെ തണ്ടിന്റെ ഭാഗം കുറച്ച് നീളം കൂടുതലാണ്. അത് നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറെ ഒരു ഇലയും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കവർ വീണ്ടും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഓരോ പീസും നമുക്ക് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് റോൾ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ റോൾ ചെയ്തെടുത്തത് നമുക്ക് 16 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ നമ്മളത് റോൾ ചെയ്തെടുത്തു. അതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ സെല്ലോ ടാപ്പ് വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഐഡിയ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പം നമ്മളിവിടെ കുറേ എണ്ണം ഇതുപോലെ റോൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡ് പീസിലേക്ക് നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. വേസ്റ്റ് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. 2 കാർഡ്ബോർഡ് പീസിലും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇത് നമുക്കൊരു ഫ്രെയിം പോലെ ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളതിൽ വെച്ച് നോക്കിയതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഒട്ടിച്ചെടുക്കുകയാണ്. വേസ്റ്റ് കവറുകൾ വെച്ച് നമ്മുടെ ചാനലിൽ ചെയ്തെടുത്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാൻ മറന്നു പോകരുതേ. ഇപ്പം നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രെയിം പോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു.
രണ്ടെണ്ണത്തിലും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള രണ്ടെണ്ണത്തിൻ്റെയും താഴെയായിട്ട് നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. വേസ്റ്റ് കവറുകൾ വെച്ച് നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന വാൾ ഡെക്കറാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡ് ടാപ്പ് എല്ലാം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒരു ലൈക്ക് തരണേ. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.